ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ബംഗളൂരു എഫ് സിക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ് സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബംഗളൂരു എഫ് സിക്ക് വേണ്ടി മെൻഡസ് അതുപോലെ തന്നെ നൊഗുവേര എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. നൊഗുവേര ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ മെൻഡസ് നേടിയ ആ ഗോളിലൊക്കെ ഇപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സി വിജയം സ്വന്തമാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയുടെ ഗോൾ വല കാത്തത് ഗുർപ്രീത് സിംഗ് സന്ധുവല്ല. ഇന്ത്യയുടെ 1-ാം നമ്പർ ഗോൾ കീപ്പറായ സന്ധുവിന് ഇന്നലെ ബംഗളൂരു എഫ് സിയിലുള്ള ആ ഒരു സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. പകരം പരിശീലകൻ ഉപയോഗപ്പെടുത്തിയത് മാവിയ റാൾട്ടെയാണ്. അത് ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗളൂരു എഫ് സിക്ക് ഇപ്പോൾ ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു. അതിന്റെ കാരണം സന്ധുവിനെ മാറ്റി റാൾട്ടെയെ കൊണ്ടുവന്നതാണ്. റാൾട്ടെ മികച്ച പ്രകടനം ഈ മത്സരത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബംഗളൂരു എഫ് സിക്ക് അവസാനമായി കൊണ്ട് ഒരു ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞത്. ഈ സമയത്ത് തന്നെയാണ് 5-ലധികം തവണ ഗുർപ്രീത് സിംഗ് സന്ധു തൻ്റെ പിഴവുകൾ കൊണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോൾ കീപ്പറെ മാറ്റാൻ പരിശീലകൻ നിർബന്ധിതനായത്. തുടർന്ന് മാവിയ റാൾട്ടെ വന്നു. അതിന്റെ ഫലമായിക്കൊണ്ട് അവസാനത്തെ 14 ISL മത്സരങ്ങൾക്കിടയിലുള്ള ആദ്യത്തെ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ബംഗളൂരു എഫ് സിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കൃത്യമായ ഒരു തീരുമാനം തന്നെയാണ് പരിശീലകൻ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം സന്ധു ഒരു മികച്ച ഗോൾ കീപ്പറാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം തൻ്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശീലകനായ സരഗോസ ഇദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. ഏതായാലും ബംഗളൂരു എഫ് സിക്ക് ഈ ഒരു വിജയം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തേക്ക് വരാൻ ബംഗളൂരു എഫ് സിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 20 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റാണ് അവർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.